ഹാർവസ്റ്റ് TV ഒരുക്കുന്ന പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാമിൻ്റെ പുതുമ നിറഞ്ഞ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുമ നിറഞ്ഞ എപ്പിസോഡ് എന്ന് ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മോടുള്ള ഗസ്റ്റ് അങ്ങനെ പുതുമ നിറഞ്ഞ ഒരാളാണ്. കഴിഞ്ഞ 3 വർഷമായി പ്രവാസിയായി കുവൈറ്റിൻ്റെ പ്രദേശത്ത് തൻ്റെ ഇടയ ജനങ്ങളെ ആത്മീയമായി നയിക്കുന്ന ആദരണീയനായ ഒരു വൈദിക ശ്രേഷ്ഠനാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഏറ്റവും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ നെടുവക്കാട്ട് അച്ഛനാണ് നമ്മുടെ ഗസ്റ്റ്. പ്രിയപ്പെട്ട അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. താങ്ക് യു. അച്ഛൻ്റെ കുറേ വിശേഷങ്ങൾ ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു, അച്ഛൻ അതിനുള്ള മറുപടി പറയുന്നു. അച്ഛൻ ഏത് സഭയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ അംഗമാണ്. യാക്കോബായ സഭ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പാത്രിയർക്കീസ് എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ കേൾക്കുന്നത്. അതെ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ 2 വിഭാഗമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. സുറിയാനി സഭയിൽ ഒന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും. അങ്ങനെ കക്ഷിവഴക്ക് വന്ന സമയത്താണ് ബാബ കക്ഷി എന്നത് പാത്രിയർക്കീസ് വിഭാഗത്തെയും മെത്രാൻ കക്ഷി എന്ന ഓർത്തഡോക്സ് വിഭാഗത്തെയും കേരളത്തിൽ സംബോധന ചെയ്യുന്ന അങ്ങനെയാണ്. അച്ഛൻ്റെ ഇവിടുത്തെ ഇടവകയുടെ പേര്? കുവൈറ്റിലെ എൻ്റെ ഇടവകയുടെ പേര് സെയിൻറ്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് റീഷ് വലിയ പള്ളി എന്നാണ്. ഇച്ചിരി നീളം കൂടി പോയി. അതിനിടയ്ക്ക് ഒരു റീഷ് എന്നൊരു വാക്ക്, അത് ഇംഗ്ലീഷാണോ? അല്ല, റീഷ് എന്ന് ശരിക്കും സുറിയാനി പദമാണ്. എൻ്റെ അർത്ഥം സുറിയാനി പദമാണ്. അതെ. അതിൻ്റെ അർത്ഥം ഹെഡ് എന്നാണ് അതിൻ്റെ എക്സാക്ട് മീനിങ്. തല എന്നാണ്. മലയാളത്തിൽ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ നമ്മൾ തലപ്പള്ളി, വലിയ പള്ളി എന്നുള്ള ഒരു മീനിങ് ആണ്. ശരിയാണ്. കാരണം ഞാൻ എൻ്റെ മാതൃഇടവ ഇലന്തൂർ മാർത്തോമ വലിയ പള്ളി എന്നാണ്. പിന്നെ ഇവിടെ നമുക്ക് മഹാ ഇടവകയുണ്ട്. പക്ഷേ റീഷ് എന്നൊരു വാക്ക് ഞങ്ങളും ഇവിടെ വന്നേ പിന്നെ കേട്ടപ്പോൾ അതൊരു പ്രത്യേകത പോലെ തോന്നി. ഹെഡാണ് അല്ലേ? ഒരു വലിയ പള്ളിക്ക് അച്ഛാ, അതുപോലെ അച്ഛൻ്റെ സഭയിൽ വേറെ ഏതെങ്കിലും പള്ളിക്ക് ഇങ്ങനെ ഒരു പേരുള്ളതായിട്ട് അറിയാമോ? കേരളത്തിൽ മലങ്കരയിൽ നമുക്ക് അറിവില്ല, അങ്ങനെ ഇല്ല. പിന്നെ യൂണിവേഴ്സൽ ശ്രീ ഓർത്തഡോക്സ് ചർച്ചിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രയും അറിവില്ല. എന്നാലും തീർച്ചയായിട്ടും ഈ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം. അച്ഛൻ ഈ ഇടവകയുടെ ചുമതലയിലേക്കായിട്ട് എത്ര വർഷമാകും? കുവൈറ്റിൽ ഞാൻ ഇപ്പോൾ ശുശ്രൂഷ നിർവഹിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. സഭയുടെ തീരുമാനം ഒരു ടേൺ എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞാൽ തിരികെ നമ്മൾ നാട്ടിലേക്ക് വീണ്ടും സഭ നിയോഗിക്കുന്ന മറ്റൊരു ഇടവകയിലേക്ക് പോകണമെന്നാണ് അല്ലേ? അങ്ങനെ അച്ഛൻ്റെ 3 വർഷത്തെ ടേൺ കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ തിരിച്ചു പോകാനുള്ള ക്രമീകരണങ്ങളാണ്. അറിഞ്ഞിടത്തോളം തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളൊരു കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ അച്ഛന് ഏതാണ്ട് അടുത്ത മാസം പകുതിയോളം തിരിച്ചു പോകാനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ അച്ഛൻ ഭയങ്കര തിരക്കാണ്, പോകാനുള്ള തിരക്കും. അതിനിടയ്ക്കും കുറച്ച് നേരമെങ്കിലും RSVക്ക് വേണ്ടി ചെലവഴിച്ചതിലുള്ള നന്ദി. അച്ഛനൊരു വൈദികൻ എന്നുള്ളപരി ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. നമ്മൾ തമ്മിൽ ആദ്യം പരിചയപ്പെട്ട് തന്നെ പ്രിയപ്പെട്ട എൽദോ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇത് വിനോദ് സാറാണ്, മർത്തോമക്കാരനാണ് എന്ന് പറഞ്ഞപ്പം അച്ഛൻ്റെ ആദ്യത്തെ മറുപടി അച്ഛൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മർത്തോമക്കാരിയാണ് എന്ന് അല്ലേ? ആ ഒരു സംഭവം ഞാനത് മനസ്സിൽ പെട്ടെന്ന് ഓർക്കും. അച്ഛൻ്റെ കുടുംബം കൊച്ചമ്മ നാട്ടിലാണോ? നാട്ടിലാണ്. കുടുംബം നാട്ടിലാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്, ഭാര്യയും കുഞ്ഞും, പപ്പായും അമ്മയും ജ്യേഷ്ഠനും. ഞങ്ങൾ അത്രയും പേരാണെന്നാണ് കുടുംബം. എവിടെയാ നാട്? എൻ്റെ സ്വദേശം ചെന്നിത്തലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയാണ് സ്വദേശം. ഇപ്പോൾ ഓർക്കുമ്പോൾ ചെന്നിത്തലയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായിട്ടും കൊച്ചമ്മയും കുഞ്ഞും ഇവിടെ ഉണ്ടോ അതോ? എല്ലാവരും നാട്ടിലാണ്. അവർ നാട്ടിലാണ്. അപ്പോൾ അച്ഛൻ തന്നെയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷം. അതോടൊപ്പം തന്നെ അച്ഛനൊരു നല്ല പാട്ടുകാരനാണെന്നുള്ളത് അച്ഛൻ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ നമ്മുടെ പള്ളിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. കാരണം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എൽദോയുടെ നേതൃത്വത്തിലൊരു ടീമുമായിട്ടൊക്കെ വളരെ സന്തോഷത്തോടെ ഇടപെട്ടു. പരിശുദ്ധ കാത്തോലിക്ക ബാബ വന്നപ്പോൾ തിരുമനസിന് വേണ്ടി ഒരു ആശംസാഗാനം എഴുതി പാടുവാനുള്ള ഒരു ക്രമീകരണം പാത്രിയർക്കീസ് ബാബ വന്നപ്പോൾ തീർച്ചയായിട്ടും വന്നപ്പോൾ അങ്ങനെ ഒരു അന്ന് തൊട്ട് ആ ഇടവകയുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇടവകയുടെ സംഗീതപരമായ വളർച്ച ഞങ്ങൾ കാണുന്നവരാണ്, ഞങ്ങളെന്നും ഇടപെടുന്നവരായുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു വലിയൊരു സംഗീതപരമായ കഴിവ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അച്ഛൻ സംഗീതം പഠിച്ചതാണോ? ശരിക്കും ഞാനൊരു ഗായകനല്ല. പിന്നെ നമ്മൾ അച്ഛന്മാരെ സംബന്ധിച്ചറിയാമല്ലോ, പള്ളിയിലെ ആരാധന കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം പാട്ട് നമുക്കെപ്പോഴും അറിയാമെങ്കിലും അറിയില്ലെങ്കിലും പാട്ട് പാടിയേ പറ്റുള്ളൂ.
എന്നെ സംബന്ധിച്ച് ഞാൻ സംഗീതം കൃത്യമായി പരിശീലിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ തിയോളജിക്കൽ സ്റ്റഡീസിന് ശേഷം ഞാൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ഒരു വർഷം എം പി ജോർജ് അവിടെ ഒരു വർഷം കോഴ്സിന് ചേർന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് എൻ്റെ ഓർഡിനേഷൻ ടൈമും വിവാഹവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഏകദേശം ഒരു 10 മാസക്കാലം ഇവിടെ പരിശീലനം നേടിയിട്ടുണ്ട്. എം പി ജോർജ് അച്ഛൻ്റെ കീഴിൽ അഭ്യസിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു വലിയൊരു ഒരു ബലമാണ്. അച്ഛന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംഗീതം ഒരു നിർബന്ധിത വിഷയം പോലെയല്ലേ. കാരണം അച്ഛന് ഇവിടെ വന്ന പിന്നെ നമ്മുടെ ഗായക സംഘത്തെയും ഇടവകയുടെ സംഗീത നിലവാരത്തെയൊക്കെ വളരെയധികം ഒരു ഉയർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഗായകസംഘം 1-2 പ്രോഗ്രാം അച്ഛൻ വന്നേ പിന്നെ ഒരിക്കൽ ഞങ്ങളുടെ മാർത്തോമ പള്ളി ചെയ്ത ഒരു പാഷൻ റിസൈറ്റലിന് അച്ഛൻ്റെ കൊയർ വന്നിരുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു അങ്ങനെ അച്ഛൻ കണ്ടക്ട് ചെയ്ത ഒരു പ്രോഗ്രാം. അച്ഛാ, അപ്പോൾ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ്റെ ഒരു പാട്ട് ഒന്ന് കേട്ടാലോ? അത് ഏത് പാട്ടാ അച്ഛാ പാടാൻ പോകുന്നത്? ഞാൻ പാടുന്നത് ആരതി ആരതി ആരാധന എന്നുള്ള ഒരു പഴയ ദാസേട്ടൻ്റെ തരങ്കിണി സീരീസിൽ. അച്ഛാ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയ സന്തോഷമാണ്. നമ്മളെ പഴയ കാലത്തേക്കൊക്കെ നൊസ്റ്റാൾജിയ ഫീലിങ്ങിലേക്ക് കൊണ്ടുവന്ന ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഒരു ബേസിക് സാധനം ഇതായിരുന്നു. തരങ്കിണി ഓരോ വർഷം ഇറക്കുന്ന ഒരു കാസറ്റുകളായിരുന്നു. അതിനകത്തുള്ള ഒരു നല്ല പാട്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ശബ്ദത്തിൽ ആരതി ആരതി ആരാധന എന്ന പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിലാരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസ കോവിലിൻ ഹൃദയാർച്ചന ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിലാരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസ കോവിലിൻ ഹൃദയാർച്ചന നിത്യമാം സത്യമേ ആത്മാർപ്പണം ആത്മാർത്ഥമായുള്ള സ്നേഹാർപ്പണം നിത്യമാം സത്യമേ ആത്മാർപ്പണം ആത്മാർത്ഥമായുള്ള സ്നേഹാർപ്പണം സ്നേഹത്തിൻ ത്യാഗത്തിൻ സാഗരം നീ സർവസഹോദര്യ സംഗമം നീ സംഗമം നീ സംഗമം നീ ആരതി ആരതി ആരാധന ആത്മാവിൻ ക്ഷേത്രത്തിലാരാധന അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന മാനസ കോവിലിൻ ഹൃദയാർച്ചന
രാജവീഥിയിൽ പുഷ്പാർച്ചന, സ്നേഹത്തിൻ തിരിയിട്ട ദീപാർച്ചന. രാജവീഥിയിൽ പുഷ്പാർച്ചന, സ്നേഹത്തിൻ തിരിയിട്ട ദീപാർച്ചന. നിൻ തിരുമുൻപിലൻ സ്മരണ പൂജ, തൃപ്പാദ പത്മത്തിൻ ചരണ പൂജ, ചരണ പൂജ, ചരണ പൂജ. ആരതി ആരതി ആരാധന, ആത്മാവിൻ ക്ഷേത്രത്തിലാരാധന. അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന, മാനസ കോവിലിൽ ഹൃദയാർച്ചന. ആരതി ആരതി ആരാധന, ആത്മാവിൻ ക്ഷേത്രത്തിലാരാധന. അഞ്ജലി അഞ്ജലി പ്രണവാർച്ചന, മാനസ കോവിലിൻ ഹൃദയാർച്ചന. അച്ഛാ, ശരിക്കും വളരെ ഹൃദ്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പഴയ കാലത്തേക്ക് 80 കാലങ്ങളിലൊക്കെ ഈ തരംഗിണിയുടെ കാസറ്റ് ഇറങ്ങാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. ഞങ്ങളൊക്കെ ആയിരുന്നു ആ കാലത്ത്. ഓരോ വർഷവും തരംഗിണി ഇറങ്ങുമ്പോഴാണ് ഓരോ പുതിയ പാട്ടുകൾ കേൾക്കുക. അങ്ങനെ അപ്പോൾ ആ ഒരു നല്ല കാലം. ഒരു പക്ഷേ ഈ പാട്ട് ഞങ്ങൾ മറന്നുപോയായിരുന്നു കേട്ടോ. അച്ഛനത് വീണ്ടും എന്നെ മാത്രമല്ല ഒത്തിരി പ്രേക്ഷകരെ ഈ പാട്ട് ഓർപ്പിച്ചിട്ടുണ്ട്. അച്ഛാ, ഇതിൻ്റെ രചനയും സംഗീതവും ആരാണെന്ന് സാർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫാദർ സിറിയക് കണിച്ചാഴി എന്ന കാത്തലിക് വൈദികനാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. നമുക്കേറെ സുപരിചിതനായ ഈ അടുത്ത കാലത്ത് നമ്മെ വേർപെട്ടു പോയ ഫാദർ ജസ്റ്റിൻ പനക്കലച്ചനാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത കാലത്താണ് ജസ്റ്റിൻ പനക്കലച്ചൻ. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞില്ലേ, ഈ പാട്ടുകൾക്കൊരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ, നമ്മൾ പാട്ടുകൾ പലതും മനസ്സിലാക്കുന്നത് ഈ പാട്ട് പാടിയ ആളിൻ്റെ പേരിൽ. പലയിടത്തും നമുക്കിപ്പോൾ ഏത് രംഗത്തെ പാട്ടെടുത്താലും ഈ പാട്ട് എഴുതിയത് ആരാണെന്നോ സംഗീതമാണ്. ജസ്റ്റിൻ പനക്കലച്ചൻ കാലയവനിക്കുള്ളിൽ പ്പെട്ടപ്പോഴാണ് അച്ഛൻ്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ അറിയുന്നത്. എത്ര ഹൃദ്യമായ നിലനിൽക്കുന്നൊരു പാട്ടാണല്ലോ. നമ്മുടെ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാത്രമല്ല, മലയാളികൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ക്രിസ്മസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പൈതല. അപ്പോൾ അച്ഛനിലും അങ്ങനെയും ഒരു ചെറിയ കലയുണ്ടായിരുന്നു. അച്ഛനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നേ ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഞാനൊരു ഗാനരചയിതാവല്ല, സംഗീതം നൽകുന്ന ഒരാളല്ല. പക്ഷേ 2022 ഞാൻ തിരുവനന്തപുരം പൂങ്ങുമൂട് സെൻറ്റ് മേരീസ് പള്ളിയിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകളുമായിട്ട് കോർത്തിണക്കി, ഒരു കൊയറില്ല, അത് പാട്ട് പാടാൻ താല്പര്യമുള്ള ആളുകളെ കോർത്തിണക്കി ഒരു പാട്ട്, ഒരു മ്യൂസിക്കൽ ക്രിസ്മസ് ആൽബം നമ്മൾ ഇറക്കിയായിരുന്നു. അതിൻ്റെ രചനയും സംഗീതവും നിർവഹിക്കാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഒരു സാധാരണ ഒരു പാട്ടാണ്, അത് ഞങ്ങളെല്ലാവരുടെ കൂട്ടായ്മയിലത്. അല്ല, ആ പാട്ട് തന്നെയാണോ അച്ഛൻ നമ്മൾ ഒരു വർഷം നമ്മുടെ ഇവിടെ ക്രിസ്മസിന് പാടി? 2023 NACKയിൽ ഞങ്ങളുടെ സെയിൻറ്റ് ജോർജ് പള്ളിയുടെ ആലപിച്ചായിരുന്നു. അച്ഛനത് പാടിയായിരുന്നു. നമ്മളതിനെപ്പറ്റി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനകത്ത് ചെറിയൊരു ഹാർമണി സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ്റെ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടല്ലോ സംഗീതപരമായ താലന്ത് കിട്ടും. അച്ഛൻ്റെ ഗ്രാൻഡ് പേരൻസ് അവരിൽ നിന്നൊക്കെയാണ് പൈതൃകമായിട്ട് കിട്ടിയതാണോ ഈ സംഗീതം? എൻ്റെ അമ്മ നന്നായിട്ട് പാട്ട് പാടും. ഈ അക്ഷരാർത്ഥത്തിൽ ഈ നമ്മൾ വീട്ടിൽ ഇപ്പോൾ അമ്മയാണ് പാട്ടിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ മത്സരങ്ങൾക്ക് പറയുന്നത് ബാലകലോത്സവം എന്നാണ്. അപ്പോൾ അവിടെ ഈ പാടേണ്ട പാട്ട് ഏതാണ് എന്ന ചെറുപ്പം മുതൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് നമുക്ക് പരിശീലനം തരുന്ന അമ്മയാണ്. അമ്മ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടും. അപ്പം അമ്മയുടെ ഒരു വാസനയാണ് ഒരു പക്ഷേ എനിക്ക് കേട്ടിയിരിക്കുന്നത്. മാതാപിതാക്കൾ രണ്ടുപേരും സൗഖ്യമായിരിക്കും. സഹജമായ പ്രശ്നങ്ങളെങ്കിലും അല്ലാതെ ആരോഗ്യപരമായിട്ട് തന്നെ വാർദ്ധക്യത്തിലല്ല, അവർ 60 വയസ്സേ ഉള്ളൂ. സന്തോഷം, ആരോഗ്യമായിട്ടിരിക്കട്ടെ, കാഴ്ചയോട്ടിരിക്കട്ടെ. അച്ഛാ, അതുപോലെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടെടുക്കുന്ന ഒരു തീരുമാനമല്ല. ഇപ്പോൾ ഒരാൾ ചിലപ്പം 10ാം ക്ലാസ് കഴിഞ്ഞാൽ 12th കഴിഞ്ഞ് എന്ത് പഠിക്കാൻ പോകണം
എന്നെല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു തീരുമാനമല്ല. ഇതൊരു ദൈവ വിളിയാണ്. അപ്പോൾ അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് വരുവാനുണ്ടായ കാരണം എങ്ങനെയാണ്? നമുക്കൊരിക്കലും ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യമല്ല തീരുമാനമല്ല പൗരോഹിത്യം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഒരു വൈദികനാവണം. അപ്പോൾ അതിനൊത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭവനം, പള്ളിയുമായിട്ട് ഏറെ സഹകരിക്കുന്നൊരു വീട്. എൻ്റെ അമ്മ എല്ലാ പള്ളിക്കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായിട്ട് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, പപ്പായും അമ്മയും. എങ്കിലും അമ്മയാണ് കൂടുതലായിട്ട് നമ്മൾ പള്ളിക്കാര്യങ്ങളിലൊക്കെ നമ്മൾ താല്പര്യത്തിൽ ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തക്കൊണ്ട് മുൻകൈ എടുത്തത്. എനിക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠനും വൈദികനാണ്. ഓ, അതൊരു പുതിയ അറിവ്. വൈദിക ഫാമിലിയാണ്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ അങ്ങനെ ഒരു ഫാമിലിയിൽ വൈദികരില്ല. ഞാനാണ് ആദ്യമായിട്ട് വൈദിക ശുശ്രൂഷയിലേക്ക് പോയത്. ചേട്ടൻ +2 പഠന ശേഷം നഴ്സിംഗ് പഠിച്ചു, അതിനുശേഷം ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ട് തിരികെ സെമിനാരിയിൽ വന്ന് ജോയിൻ ചെയ്ത്. അപ്പോൾ എൻ്റെ ജൂനിയറായിട്ടാണ് ചേട്ടൻ പഠിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് പേഴ്സണൽ ചോദ്യം, ഇതിന് പേരൻസിന് അങ്ങനെ ഒരു പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ലേ? അതായത് ഒരു ജോലി, ഇത്രയും പഠിച്ചു, ഒരു ജോലി കിട്ടി, പിന്നെ അതിൽ നിന്നും തിരിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഈ മാനുഷികമായി ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആദ്യമൊക്കെ പരിഭവങ്ങളുണ്ടായിരുന്നു. കാരണം വീടിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണമല്ലോ. അതെ അതെ, പരിഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എല്ലാ കാര്യങ്ങളൊക്കെ മാറിപ്പോയി. ഇപ്പം ഞങ്ങളുടെ ഇടവകയിലെ വൈദികരുടെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പം ഞങ്ങളിതിലേക്ക് കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഡാനിയൽ MJ എന്ന് പറഞ്ഞ അച്ഛനാണ്. നോബൽ അച്ഛൻ ഞങ്ങൾ വിളിക്കും. അച്ഛനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു വലിയ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ റോയി ജോർജ് കട്ടച്ചിറ അച്ഛൻ. ഈ 2 വൈദികരാണ് ഞങ്ങൾക്ക്. എല്ലാ വൈദികരും ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ചൊരു മാർഗ്ഗനിർദ്ദേശം നൽകാനും ആ കാര്യം ഞങ്ങൾ സ്വാധീനം ചെലുത്തിയ 2 വൈദികരാണ്. നല്ലതാണ്. കാരണം ഈ വന്ന വഴികൾ ഓർക്കുകയും നമ്മളെ നയിച്ചവരെയൊക്കെ ഓർക്കുക. നിശ്ചയമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് അവസരം നൽകിയത് ഇപ്പോഴത്തെ ഞങ്ങളുടെ മെത്രാപ്പോലീത്ത കൂർലോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് നിന്ന് തിരുമേനിയാണ് നമ്മൾ സെമിനാറിലേക്ക് അയച്ചതും. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ അവസരത്തിൽ തന്നെ, ഈ അവസ്ഥയിൽ തന്നെ നമ്മൾ എത്തിച്ചത് തിരുമേനിയാണ്. അച്ഛനേരം ഇതിനു മുമ്പ് സേവനം ചെയ്തിട്ടുള്ള ഇടവകകൾ? ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് സേവനം ചെയ്ത ചേപ്പാട് സെയിൻറ്റ് ജോർജ് ഇടവകയിലാണ്. അത് കഴിഞ്ഞ് തിരുമേനി എന്നെ തിരുവനന്തപുരം സെയിൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ, തിരുവനന്തപുരത്തുള്ള പള്ളിയിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് അവിടെ സേവനം ചെയ്തു. അവിടെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് PG ജോയിൻ ചെയ്തു. ഞാൻ MA സ്ത്രീക്ക് പഠിക്കാനായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സീറിയിലാണ് പഠിച്ചത്, കോട്ടയം. അങ്ങോട്ടേക്ക് ഞാൻ പോയപ്പോൾ വീണ്ടും ഞാൻ ചേപ്പാട് പള്ളിയിലേക്ക് തന്നെ മാറ്റം ഉണ്ടായി. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ പൂങ്ങുമൂട് സെൻറ്റ് മേരീസ് യാക്കോബായ സിംഹാസന പള്ളിയിൽ വികാരിയായിട്ട് ശുശ്രൂഷ നിർവഹിച്ചു. അവിടെ 2 വർഷം പിന്നിടുന്ന സമയത്താണ് കുവൈറ്റിലേക്ക് നിയോഗം ലഭിച്ചത്. അത് അങ്ങനെയാണ്. ഒരിക്കൽ സഭയ്ക്ക് അങ്ങനെ ഒരു ചട്ടമുണ്ടോ? ഒരച്ഛൻ ഒരിക്കൽ മാത്രമേ ഒരു വിദേശ ഇടവകയിലിരിക്കൂ? അങ്ങനെ സുറിയാനി സഭയ്ക്ക് ഒരു എല്ലാ വൈദികർക്കും ഒരു അവസരം കിട്ടാത്ത രീതിയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കൽ ഒരു വിദേശ ഇടവകയിലിരുന്ന് അങ്ങനെ അച്ഛൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ. പക്ഷേ ഇവിടെ അങ്ങനെ തന്നെയാണ്. അച്ഛൻ വന്നേ പിന്നെ ഒരു വലിയൊരു വൈബ്, എന്താ പറയുക, യുവജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഉണർവുണ്ടായതും ഓക്കെ. അച്ഛൻ ഈ തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞല്ലേ, അടുത്ത പാട്ടിലേക്ക് കയറിയാലോ? നിശ്ചയമായിട്ടാണ്. കാരണം നമ്മൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ. കാരണം നമുക്കറിയത്തില്ല. ഞാനും കൂടുതൽ ചോദിച്ചപ്പോഴല്ലേ അച്ഛൻ്റെ കുടുംബകാര്യങ്ങളും നാട്ടിലെ കാര്യം ഇവിടുത്തെ കാര്യമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അച്ഛാ ഒരു പാട്ടുകൂടെ കേൾക്കാൻ ജനത്തിന് താല്പര്യം. ഏത് പാട്ടായിരിക്കും അച്ഛാ? ഞങ്ങൾ സുറിയാനി സഭ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും സുറിയാനിയാണ് ആരാധന ഭാഷയായിട്ട് എപ്പോഴും എടുക്കുക. ഈ സുറിയാനി സഭയുടെ പ്രത്യേകത തന്നെ ആരാധനയാണ്. അപ്പോൾ നമ്മുടെ ദൈവശാസ്ത്രം, നമ്മുടെ ട്രഡീഷൻ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ആരാധനയിലൂടെയാണ്. ആരാധന കേന്ദ്രീകൃതമായ ഒരു സഭയാണ്. ലിറ്റർജി സെൻറ്റേഡ് ആയിട്ടുള്ളൊരു ചേർച്ചാണ് സുറിയാനി ചേർച്ച് എന്ന് പറയുന്നത്, സുറിയാനി സഭ. അപ്പോൾ സിറിയക് ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും അവിഭാജ്യമായ ഘടകവും ആരാധന തന്നെയാണ്. അപ്പോൾ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലോർഡ്സ് പ്രയർ, കർത്തൃ പ്രാർത്ഥന. ഈ കർത്തൃ പ്രാർത്ഥന നമ്മുടെ കർത്താവ് പഠിപ്പിച്ചാണല്ലോ. അതായത് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അത് ആ ഭാഗത്തിൻ്റെ സുറിയാനി, അതാണ് അബുൻ ബിഷ്മാൻ ഞങ്ങൾ പറയും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന, അതിൻ്റെ സുറിയാനി ഭാഷയിലുള്ള പാട്ട്. അച്ഛാ, അതിപ്പം ഈ കർത്താവ് സംസാരിച്ചത് അരാമ്യ ഭാഷ എന്നല്ലേ? അതെ. അരാമ്യ ഭാഷയും സിറിയക്കും സുറിയാനിയും തമ്മിലുള്ള അരാമ്യ ഭാഷയുടെ പലസ്തീനിയൻ ഡയലക്റ്റാണ് സിറിയക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പം കേരളത്തിൽ അറിയാം, ട്രിവാൻഡ്രത്തൊരു ഡയലക്റ്റ് ഉണ്ടാവും, പാലക്കാട് വേറെ രീതി ഉണ്ടാവും, കോട്ടയത്തൊരു രീതിയുണ്ട്, വടക്കു കാസർഗോഡ് മറ്റൊരു രീതിയുണ്ട്, ചില മലയാളം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ
മണിപ്രവാളത്തിൽ നിന്ന് മലയാളം ഉണ്ടായി എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് പറയാം. അരാമിയ ഭാഷയുടെ പാലസ്തീനിയൻ ഡയലക്റ്റാണ് സിറിയക്ക്. ഇന്ന് അരാമിയ ഭാഷ നിലനിൽക്കുന്നത് സുറിയാനിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ യൂഷ്വലി എല്ലാ അപ്പോസ്തലിക സഭകളും പറയുന്ന കാര്യം എങ്ങനെയാണ്, യേശുക്രിസ്തു സംസാരിച്ച ഭാഷയിലാണ് ആരാധന അണയ്ക്കുന്ന സുറിയാനി സഭ എന്ന് പറയാറുണ്ട്. അച്ഛാ, ഇതൊരു പുതിയ അറിവൊക്കെയാണ്. അച്ഛനെ ഈ എപ്പിസോഡ് കിട്ടിയതിൽ വളരെ സന്തോഷം. കാരണം പാട്ട് എന്നൊക്കെ നമ്മൾ പലരെയും പരിചയപ്പെടുത്തിയെങ്കിലും കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആരാധനയെ പറ്റിയൊക്കെ കേൾക്കാം. തീർച്ചയായിട്ടും നമുക്ക് അച്ഛൻ്റെ പാട്ട് കേൾക്കാം. അരാമ്യ സിറിയക് ഭാഷയിൽ ലോർഡ്സ് പ്രേയർ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ബശ്മായോ शशमोख तीसे मल कुसोख नेहवे सिबयोनोख ऐक्यानोद बशमायो ऐक्यानो दो फहनान स्माकन लहायो बाय लोतालान निस्यूनो एलो फासोला من بشومتل دلوكي ملكوسو هايلو تشبهتو لولم ولمي آمين لولم ولمي آمين. അച്ഛാ, എന്തോ ശരിക്കും കണ്ണു നിറഞ്ഞു പോയോ എന്നൊരു സംശയം. കാരണം ആ ഒരു പാട്ടിൻ്റെ ആത്മാവുണ്ട് അല്ലേ, അതിനകത്തുണ്ടാക്കുന്ന ഒരു ചലനമുണ്ട് അച്ഛാ. കർത്തൃ പ്രാർത്ഥന
അതിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലായി, നമ്മുടെ മനസ്സിൽ ആ സംഭവം കിടപ്പുണ്ടല്ലോ, അതിത്ര ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് ഈ കുവൈറ്റിൻ്റെ പ്രദേശത്തൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ട്യൂണുമായിട്ട് ബന്ധപ്പെടുത്തിയത് പാടിയപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. വെച്ചാൽ വളരെ അനുഗ്രഹമായിരുന്നു അച്ഛൻ്റെ ഈ ശുശ്രൂഷകൾ. ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രയാസമാണ് അച്ഛൻ ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ സ്വാർത്ഥരാകാൻ പറ്റത്തില്ലല്ലോ. സഭയുടെ തീരുമാനങ്ങൾക്ക് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. സഭയുടെ തീരുമാനങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷം അച്ഛനെ ഒത്തിരിയും ഫ്രണ്ട്സുണ്ട്. സഭകൾ തന്നെയല്ല, എല്ലായിടത്തു നിന്നും അച്ഛനെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും കാണാറുണ്ട്. കാരണം അച്ഛൻ ഇറങ്ങുമ്പോഴാണ് ഒരു പക്ഷേ ഞങ്ങൾ മാർത്തോമാക്കാർ ശുശ്രൂഷയ്ക്ക് കയറുന്നതും ഇറങ്ങുന്നതും. പരസ്പര ബഹുമാനമാണ്, ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ആ ഒരു ശുശ്രൂഷ അച്ഛൻ വളരെ സന്തോഷം, അനുഗ്രഹമായിട്ട്, പ്രത്യേകിച്ച് അച്ഛൻ ഏത് പ്രദേശത്തേക്ക് കടന്നു പോയാലും ആ പ്രദേശത്തിനും ഒരു അനുഗ്രഹമായിട്ട് അച്ഛൻ കാല് കുത്തിയതുകൊണ്ട് ആ പ്രദേശം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ പോലെ ഒരാളെ ഈ ശുശ്രൂഷ നമ്മുടെ ഈ പ്രോഗ്രാമിന് അതിഥിയായി കിട്ടിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഹാർവസ്റ്റ് ടിവിയുടെ പേരിൽ എല്ലാവിധ നന്മകളും അച്ഛൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഹാർവസ്റ്റ് ടിവിയുടെ പ്രവാസി സംഗീതം എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന വിനോദ് സാറിനോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിന് അണിയറ പ്രവർത്തകരോടും നേതൃത്വം കൊടുക്കുന്നവരോടും നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് അറിയിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ ഇടവകയുടെ നാമധേയത്തിൽ അറിയിക്കുന്നു. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുവൈറ്റിൻ്റെ പ്രവാസ ജീവിതം എന്നും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് 82 പരം കോൺഗ്രിഗേഷൻസ് ആരാധിക്കുന്ന NECKയിൽ ഒരുമിച്ച് നമ്മൾ രാജ്യവർഗ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരിടമാണ്. ആ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ടല്ലോ. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്ന NECK അധികാരികളും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഈ സ്ഥലത്ത്. നന്ദി, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ പുതുമ നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. നമുക്കറിയാത്ത ഒത്തിരിയും കാര്യങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനും നമുക്ക് കേൾക്കാൻ പറ്റി. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹകരമാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും ഞങ്ങൾ പറയുന്നത് പോലെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു വേദി ഒരുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ടാലൻറ്റുകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ള അവസരം ഒരുക്കുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു വ്യക്തിയുടെ സംഗീതത്തിൻ്റെ അഭിരുചികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.